ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ലിൻഡോസ് ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പിക്സൽ എന്ന ആപ്പ് ഉപയോഗിച്ച് എങ്ങനെ ഒരു അടിപൊളി ലോഗോ ഉണ്ടാക്കാം എന്നതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അതുമൂലം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ വഴി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എഡിറ്റിൽ പോയി ടെക്സ്റ്റ് എടുത്ത് നമ്മുടെ ചാനലിൻ്റെ നെയിം ടൈപ്പ് ചെയ്യുക. ഓക്കെ അടിക്കുക. നമുക്ക് സൈസ് വലുതാക്കി സെൻറ്ററിൽ വെക്കുക. ഇതിന് ഫോണ്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. ധാരാളം ഫോണ്ട് ഉണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡൗൺലോഡ് ആക്കി വെച്ച ഫോണ്ടാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ഫോണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് ഡൗൺലോഡ് ആക്കാവുന്നതാണ്. ഇത് നമുക്ക് സൈസ് റെഡിയാക്കി സെൻറ്ററിൽ വെക്കുക. ശേഷം മുകളിലെ പ്ലസ് ബട്ടൺ നോക്കി ഷേപ്പ് നോക്കി ഈ ഷേപ്പ് തിരഞ്ഞെടുത്തതിന് ശേഷം ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ടൈപ്പ് ചെയ്തതിന് മുകളിൽ ചെരിച്ച് വെക്കുക. വളരെ സാവധാനം സമയമെടുത്ത് ചെയ്താൽ മതി. അളവ് റെഡിയാക്കി ഇതുപോലെ നീറ്റായി വെക്കുക. ശേഷം മുകളിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് സെലക്ട് ചെയ്യുക. സ്ക്വയർ സെലക്ട് ചെയ്തതിന് ശേഷം വിഡ്ത്ത് കുറച്ച് ലെങ്ത്ത് കൂട്ടി നമുക്ക് കളർ കൊടുക്കേണ്ടതുണ്ട്. ബ്ലാക്ക് കളറാണ് ഞാൻ ഇവിടെ എടുത്തുന്നത്. ശേഷം നമ്മൾ ചരിച്ച് മൂവ് ബട്ടൺ ഉപയോഗിച്ച് പതിയെ മേലേക്ക് ആദ്യം ക്രമീകരിച്ചതിന് നേർ മുകളിൽ തന്നെയായി ക്രമീകരിക്കുക. വളരെ സാവധാനം ചെയ്താൽ മതി, എന്നാലേ ആ പെർഫെക്ഷൻ കിട്ടുള്ളൂ. ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് മുകളിലെ ലെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മെർജ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് 3 ടിക്ക് കൊടുത്തതിന് ശേഷം മെർജ് ചെയ്യുക. ശേഷം നമുക്ക് എറേസ് കളർ ക്ലിക്ക് ചെയ്യുക. എനേബിൾ ക്ലിക്ക് ചെയ്യുക. ഫണ്ടിൻ്റെ റൈറ്റ് ഭാഗത്തുള്ള ക്ലിക്ക് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. നമുക്ക് ഇതിൻ്റെ ഒരു കോപ്പി എടുക്കേണ്ടതുണ്ട്. അതിനാൽ കോപ്പി ക്ലിക്ക് ചെയ്ത് നേർ മുകളിലായി ക്രമീകരിച്ച് വെക്കുക. ലെയറിൽ ക്ലിക്ക് ചെയ്ത് മെർജ് ചെയ്യാൻ വേണ്ടി ടിക്ക് മാർക്ക് കൊടുത്ത് മെർജ് ചെയ്യുക. നമുക്ക് ഇതിന് ബാക്ക്ഗ്രൗണ്ട് ചിത്രം കൊടുക്കാൻ വേണ്ടി ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഗാലറിയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ്. ഏത് ഭാഗമെങ്കിലും വേണമെങ്കിൽ ആ ഭാഗം സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്ക്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതിൻ്റെ ഒരു കോപ്പി നമുക്ക് എടുക്കേണ്ടതുണ്ട്. എന്നിട്ട് എറേസർ ക്ലിക്ക് ചെയ്യുക. ഇതിന് മുകൾ ഭാഗം നമുക്ക് മായ്ച്ചു കളയാവുന്നതാണ്. മായ്ച്ചു കളഞ്ഞതിന് ശേഷം നമുക്ക് ടിക്ക് മാർക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഭാഗത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പിക്ചർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ക്രോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഈ പിക്ചറിൻ്റെ ഭാഗങ്ങൾ ക്രമീകരിച്ചതിന് ശേഷം നമ്മൾ താഴത്തെ ഭാഗത്തിൻ്റെ നേർ മുകളിൽ തന്നെയായി ക്രമീകരിക്കുക.
ലെയറിൽ പോയി നമുക്ക് ഈ ചിത്രം മെർജ് ചെയ്യേണ്ടതുണ്ട്. അതിന് ടിക്ക് മാർക്ക് കൊടുത്ത് മെർജ് ചെയ്യുക. ഈ ചിത്രം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് സ്ട്രോക്ക് എടുത്ത് എനേബിൾ ചെയ്യുക. ഇവിടുത്തെ ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ ഒന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ചിത്രത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അതിന് ഇമേജിൽ പോയി നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഈ പിക്ചറിന് ഷാഡോ കൊടുക്കാം. ഷാഡോയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം എനേബിൾ ചെയ്യുക. നമ്മുടെ ഇഷ്ടാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി നമുക്ക് സേവ് ഇമേജ് എന്ന് ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് എന്നതിൽ അൾട്രാ എന്നത് സെലക്ട് ചെയ്ത് സേവ് ടു ഗാലറി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ലോഗോ സേവ് ആയിട്ടുണ്ട്. പുതിയൊരു വീഡിയോയുമായി കാണാം. ഗുഡ് ബൈ.